നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണീനെ എല്ലും കപ്പയെന്ന് പറയും, അതുപോലെ കപ്പ ബിരിയാണി എന്ന് പറയും. ഇതൊന്നുമില്ല, കപ്പയും അതുപോലെ തന്നെ ഇറച്ചിയും ഒരുമിച്ച് വേവിക്കുന്നതാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇപ്പം 1/2 കിലോ ബീഫാണ് എടുക്കുന്നത്. ഈ ബീഫ് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഈ 1/2 കിലോ ബീഫ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്, നീളത്തിൽ കീറി വെച്ചേക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളിയുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇതും ചേർക്കാം. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇതും ചേർക്കണം. ഇനി നമുക്ക് ചുമന്നുള്ളി അല്ലെങ്കിൽ സവോള, ഞാൻ ചുമന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു 8 അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഇതും ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, ഇത് ചേർക്കാം. അതുപോലെ മല്ലിപ്പൊടി, ഇതും 1 ടേബിൾ സ്പൂൺ തന്നെയാണ്, ഇതും ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അതുപോലെ ഇത് ഗരം മസാലയാണ്, അതും 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകം പൊടിച്ചതാണ്, ഇത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇത് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഉപ്പ് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് നമുക്ക് വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ഇത് നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചു. 1 വിസിൽ നല്ല തീയിൽ, അതുപോലെ തന്നെ ബാക്കി 3 വിസിൽ കുറഞ്ഞ തീയിലും വേവിച്ചു. ഇത് ബീഫ് വെന്തിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കപ്പ ചേർക്കാം. ഇതൊരു 1.5 കിലോ കപ്പയാണ്. 1.5 കിലോ കപ്പ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നാരെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് 1.5 കിലോ കപ്പയൊക്കെ വാങ്ങിച്ചാലാണ് നമുക്ക് തൊലിയും നാരും എല്ലാം പോയി കഴിയുമ്പം കുറച്ചെങ്കിലും കാണുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ കണക്കിലെടുക്കാം. അതുപോലെ അതായത് 1 കിലോ ബീഫും അതുപോലെ 1 കിലോ കപ്പയായിട്ട് എടുക്കാം. 1.5 കിലോ കപ്പ വാങ്ങിച്ച് തൊലിയെല്ലാം കളഞ്ഞ് നാരെല്ലാം കളഞ്ഞ് വരുമ്പോൾ ഏകദേശം 1 കിലോ ഒക്കെ കാണുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഏറ്റവും മിനിമം എടുക്കുമ്പം ഒരു 1.5 കിലോ എങ്കിലും എടുക്കുന്നതാണ് നല്ലത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ കപ്പ ചേർത്ത് നമ്മൾ പ്രഷർ കുക്കർ മൂടി വെച്ചു. ഇനി നമുക്കിത് 1 വിസിലോടെ അടുപ്പിക്കാം, ഈ കപ്പയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് തേങ്ങ വറുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ഒന്ന് മിക്സിയിൽ അടിച്ച് എല്ലാം ഏകദേശം ഒരേ കനത്തിലാക്കിയിട്ട് വറുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിഞ്ഞു പോകും, കുറച്ച് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വറുത്ത് കിട്ടാതെയും ഇരിക്കും. അപ്പം ഇത് തേങ്ങ വറുത്ത് വെച്ചേക്കുന്നതാണ് ഒരേപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളോട് ചേർക്കാം. നമ്മൾ ഓൾറെഡി മസാലകളൊക്കെ ചേർത്താണ് ഇറച്ചി വേവിച്ചേക്കുന്നത്, എങ്കിലും ഇതിലേക്ക് കുറച്ച് മസാലയോട് ചേർക്കാം. ഇത് ഗരം മസാലയാണ്, ഒരു 1/2 ടീസ്പൂൺ. ഇത് പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ കുരുമുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ നേരത്തെ ചേർത്തു, നമുക്കൊരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് ഈ കപ്പ വേവുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഈ തേങ്ങ വറുത്തത് ഈ മസാലകളും ചേർത്തത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ വെന്ത ബീഫിൽ കപ്പ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയം 1 വിസിലടിച്ച് നമുക്കിനി തീ നിർത്താം. ഇനി ഇതിൻ്റെ ഒന്ന് സ്റ്റീം പോയ ശേഷം നമുക്ക് തുറക്കാം. നമ്മളൊരു വേറെ വലിയൊരു പാത്രത്തിലേക്ക് ഈ കുക്കറിൽ നിന്ന് പകർത്തി നമുക്കിനി ഇത് തീ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. ഈ പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് തേങ്ങ ചിരവിയത് വറുത്തിട്ട് അരച്ചതാണ്, കുറച്ച് മസാലയെല്ലാം ചേർത്ത് ഇതോടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇച്ചിരി ഉപ്പ് കുറവ് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർക്കുക. കുറച്ച് വെള്ളമൂടി ഒന്ന് ചേർക്കാം.
ഇതാ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. സ്റ്റൗ നിർത്തിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടെ തന്നെയാകുമ്പോൾ നമുക്ക് കറിവേപ്പില നന്നായിട്ട് വാടി കിട്ടും. നമുക്ക് നമ്മുടെ ഈ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് പകർത്താം. ഞാനിന്ന് തയ്യാറാക്കിയത് കപ്പ ബിരിയാണിയാണ്. ഇത് എല്ലും കപ്പ എന്നും പറയും. നമ്മൾ ബീഫും ഇടും, അതുപോലെ തന്നെ എല്ലും ഇടാറുണ്ട് സാധാരണയായിട്ട്. അതുപോലെ കുറച്ച് നെയ്യും ഒക്കെ ഉണ്ടെങ്കിൽ ആ നെയ്യൊക്കെ ഉരുകി കപ്പയിലോട്ടൊക്കെ പിടിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.